നമ്മൾ പഠിച്ച് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റിയും കൂടും അല്ലേ? നമ്മൾ ആ റിലേഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയും എന്താവും? കുറയും. അപ്പോൾ ചില മെറ്റീരിയൽസിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് കുറയും. റെസിസ്റ്റിവിറ്റി അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാം? 0 ആണെന്ന് പറയാം. അതായത് അത് പെർഫെക്റ്റ് കണ്ടക്ടറായി മാറും. ആ പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുക? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ദ ഫിനോമിനൻ ബൈ വിച്ച് certain materials lose resistivity when they are cooled below a particular temperature. അതിനെയാണ് എന്ത് പറയുക? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇപ്പം നോക്കൂ, ഞാനൊരു ഗ്രാഫ് വരച്ചിട്ട് പറയാം. അപ്പം ഈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് റെസിസ്റ്റിവിറ്റി റോ, ഈ ആക്സിസിൽ എടുക്കുന്നത് ടെമ്പറേച്ചർ ഞാൻ ടെമ്പറേച്ചർ കെൽവിനിലെടുത്ത് റെസിസ്റ്റിവിറ്റി റോ മീറ്റർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരിക്കും വരിക. ക്ലിയർ ആയോ? ഇപ്പം നോക്കി, ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് വരുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി ഇവിടെയൊക്കെ കോൺസ്റ്റന്റാ, ഈ പോയിന്റ് എടുത്തുനിന്ന് വരെ കോൺസ്റ്റന്റാ. ഒരു പ്രത്യേക ടെമ്പറേച്ചർ കണ്ടോ? ഈ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ പറയാ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. അതിന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ റെസിസ്റ്റിവിറ്റി എന്തില്ല? തീരെ ഇല്ല. ഇവിടുന്ന് കണ്ടോ സ്റ്റീപ്പായിട്ട് കുറയുന്നുണ്ട്. അപ്പം ഈ ടെമ്പറേച്ചറിന് താഴെ റെസിസ്റ്റിവിറ്റി എന്തില്ല? 0 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ TCക്കാണ് നമ്മൾ എന്ത് പറയാ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലേ? സോ വെൻ certain materials are cooled below its critical temperature it becomes perfect conductor. അതായത് റെസിസ്റ്റിവിറ്റി അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും വരിക. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ഇതിന്റെ വേറൊരു പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നും പറയും അല്ലേ? അപ്പം നമ്മൾ ഈ റീജിയനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലുള്ള റീജിയനെയാണ് നോർമൽ കണ്ടക്ടർ എന്ന് പറയാം. കണ്ടക്ടർ നോർമൽ ആയിരിക്കും. പിന്നെ താഴത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഈ റീജിയനിലാണ് എന്താവുക? സൂപ്പർ കണ്ടക്ടറായി വരിക. സൂപ്പർ കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ഇങ്ങനെ പറയും: ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ കണ്ടക്ടർ ചേഞ്ചസ് ടു സൂപ്പർ കണ്ടക്ടർ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി അടുത്തതൊരു വേറൊരു ഫിനോമിനനാണ്, ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഫിനോമിനനാണ്. അതിനെയാണ് നമ്മൾ പറയാ മെയ്സ്നർ ഇഫക്റ്റ്. മെയ്സ്നർ ഇഫക്റ്റ്. മെയ്സ്നർ ഇഫക്റ്റ് നോക്ക്, ഞാൻ 2 ഡയഗ്രാം വരയ്ക്കാം. ഇപ്പൊ നോക്ക്, ഞാൻ 2 ഡയഗ്രാം വരയ്ക്കാം. വരച്ചതിന് ശേഷം ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലേ? ഇതൊരു ബോളാണെന്ന് വിചാരിക്കുക. ഒരു ബോള്. ഈ ബോളിന് ചുറ്റും ഒരു കണ്ടക്ടറാണ് വിചാരിച്ചോ. കണ്ടക്ടർ എന്ന് പറയുന്നത് മെറ്റൽ ബോൾ. ഈ ആരോ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിച്ചോ. അപ്പം ഈ ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലേ? അപ്പം എന്താവുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നു. ഈ കണ്ടക്ടറിനെ തട്ടിയിട്ട് കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ പോകില്ല. അത് നിങ്ങൾക്കറിയാം, ഒരു ക്ലോസ്ഡ് കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ എന്തുണ്ടാവില്ല? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. അപ്പൊ അത് ഇങ്ങനെ പോകുന്നു, നോർമൽ ആയിട്ട് തന്നെ പോകുന്നു. പക്ഷെ ഈ ഒരു കേസ് കണ്ടോ, ടെമ്പറേച്ചർ ലെസ് ദാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ഈ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പുഷ് ചെയ്യുന്നുണ്ട്.
അല്ലേ, അതിൻ്റെ സർഫേസിലൂടെ പോകാൻ അത് സമ്മതിക്കുന്നില്ല, അത് പുഷ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഈ ഇഫക്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, മീസ്നർ ഇഫക്റ്റ് എന്ന് പറയാം. ഇത് നോർമൽ കണ്ടക്ടറാണ്, ഇത് നോർമൽ കണ്ടക്ടറാണ്. ഇതെന്താ വരിക, സൂപ്പർ കണ്ടക്ടർ. ക്ലിയർ ആയില്ലേ? അപ്പം ഈ ഇഫക്റ്റിനെയാണ് എന്താ പറയുക, മീസ്നർ ഇഫക്റ്റ്. ദ ഫിനോമിനൻ ബൈ വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എ സൂപ്പർ കണ്ടക്ടർ ആർ പുഷ്ഡ് എവേ ഫ്രം ഇറ്റ്സ് സർഫേസ് ഈസ് കോൾഡ് മീസ്നർ ഇഫക്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയും മീസ്നർ ഇഫക്റ്റും നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. Combination of resistors. Combination of resistors. അതിൽ റെസിസ്റ്റേഴ്സിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യുക. ഒന്നെന്താ വരിക, സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുക, മറ്റേത് പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും, അല്ലേ? ഇപ്പൊ സീരീസ്, അപ്പൊ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിന്റെ എൻഡിൽ മറ്റേ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, പിന്നെ ആ റെസിസ്റ്റൻസിന്റെ എൻഡിൽ മറ്റേ മൂന്നാമത്തെ തേർഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കണക്ഷനെയാണ് എന്ത് പറയുക, സീരീസ് കണക്ഷൻ എന്ന് പറയാം. സീരീസ് കണക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ കറണ്ട് സെയിം ആയിരിക്കും. അല്ലേ? അപ്പം ഇത് പോസിറ്റീവ് എൻഡാണ്, ഇത് നെഗറ്റീവ് എൻഡ്. അപ്പം ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇപ്പം ഐ ആണെങ്കിൽ എല്ലാ റെസിസ്റ്റേഴ്സിലൂടെ എന്താ പോകുന്നത്, കറണ്ട് ഐ. ക്ലിയർ ആയോ? എല്ലാത്തിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താ വരിക, ഐ ആണ് വരിക, അല്ലേ? അങ്ങനെയുള്ള കണക്ഷനെയാണ് എന്താ പറയുക, സീരീസ് കണക്ഷൻ. ഇപ്പം ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഞാൻ R1 എടുത്ത്, ഇവിടുത്തെ റെസിസ്റ്റൻസ് എടുത്ത് R2, ഇവിടെയുള്ള റെസിസ്റ്റൻസ് എടുത്ത് R3, അല്ലേ? അപ്പം ഇതിലുള്ള വോൾട്ടേജ് എന്താ വരിക, V1. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V ആണ് കേട്ടോ. ഇതിന് R2 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, V2. R3 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്നാ പറയാ, വോൾട്ടേജ് ഡ്രോപ്പ് എന്താ വരിക, V. ഇനി നമുക്ക് എന്തറിയാം, the applied voltage or the source voltage is equal to voltage drop across each resistors. ആ റിലേഷൻ നമുക്കറിയാം, അല്ലേ? ഇപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഈസ് ഈക്വൽ ടു ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താ, ഐ. ഓംസ് ലോ പ്രകാരം എന്താ വരിക, V ഈക്വൽ ടു IR, അല്ലേ? കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് എന്താ പറയുക, നമ്മൾ അതിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ വരിക, IR1 പ്ലസ് ഇതിനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താ വരിക, IR2 പ്ലസ് ഇതിനെ ക്രോസ് ഉള്ള എന്താ വരിക, IR3, അല്ലേ? ഇതിൽ നമുക്ക് വേണമെങ്കിൽ I കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പം എന്ത് വരും, R1 പ്ലസ് R2 പ്ലസ് R3. ക്ലിയർ ആയോ? അപ്പം V ഈസ് ഈക്വൽ ടു എന്താ വരിക, I ഇൻറ്റു V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3, അല്ലേ? ഇനി ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് എനിക്കൊരു ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കാം. ഇക്വലൻസ് സർക്യൂട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരൊറ്റ റെസിസ്റ്റൻസ് എടുത്ത് ഞാൻ ഒറ്റ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇഫക്റ്റീവാണ് ഞാൻ എടുത്തത്, R ഇഫക്റ്റീവ്, അല്ലേ? അതായത് ഈ മൂന്ന് R1 R2 R3 എന്ന് പറഞ്ഞ റെസിസ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എനിക്കൊരു R ഇഫക്റ്റീവ് വെക്കാം. അപ്പം അതിനുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നൊക്കെ സെയിം, കറണ്ടും ചേഞ്ച് ഇല്ല, I. എന്താ പറഞ്ഞാൽ ഈ മൂന്ന് റെസിസ്റ്റൻസിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് ഒരു R ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെച്ച്, അതായത് ഇതിൻ്റെ അതേ ഇഫക്റ്റ് തരുന്നതായിരിക്കണം ഈ R ഇഫക്റ്റീവ്. അപ്പം എനിക്ക് ഈ വിക്ക് പകരം എന്ത് എഴുതാം, I ഇൻറ്റു R ഇഫക്റ്റീവ് എന്ന് എഴുതിക്കൂടെ,
is equal to I into R1 plus R2 plus R3 അല്ലേ? അപ്പോൾ ഈ ഐയും ഐയും ക്യാൻസൽ ചെയ്യും. therefore R effective എന്താ വരിക? R1 plus R2 plus R3. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് എന്ത് സീരീസിലുള്ള റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ വരിക R1 plus R2 plus R3 അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം 1 ohm റെസിസ്റ്ററും 2 ohm റെസിസ്റ്ററും ഒരു 5 ohm റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ R effective എന്താ വരിക? 1 plus 2 plus 5, അതായത് 3 plus 5 8 ohm അല്ലേ വരിക? 8 ohm എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിനെക്കാട്ടിയും വലുതല്ലേ? അപ്പം നമ്മൾ പറയും ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഓഫ് ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് അല്ലേ? ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൽ ഏറ്റവും വലുത് 5 അല്ലേ? അതിനേക്കാളും വലുതായിരിക്കും എന്ത് വരിക? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ലാർജസ്റ്റ് റെസിസ്റ്റൻസിനെക്കാട്ടിയും വലുതായിരിക്കും. ക്ലിയർ ആയോ? ആൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി സം ഓഫ് ദ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് അല്ല, ഓരോന്നിൻ്റെ വാല്യൂ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത് വരിക? സീരീസിൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഇനി അടുത്ത് നമുക്ക് പാരലൽ കണക്ഷൻ നോക്കാം. സെക്കൻഡ് വൺ ആണ് പാരലൽ. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്ത് വിചാരിച്ചോ. അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ ഒരു ബാറ്ററി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിനെ ഞാൻ AB എന്ന് വിളിച്ചു അല്ല. ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് R1, ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് R2, ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് R3. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആണ് വിചാരിച്ചോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് എപ്പോഴും എന്തോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, I അല്ലേ? ഈ കറണ്ട് I ഇതിലെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു ജംഗ്ഷൻ ആയില്ലേ A. അപ്പോൾ ഇതിലേ പോകുന്നത് I1 ആയിരിക്കും. നമ്മൾ കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. കറണ്ട് എപ്പോഴും എന്താവും? ഡിവൈഡ് ചെയ്യും. ജംഗ്ഷനിൽ എത്തുമ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്യും. I2 I3. പിന്നെ I എന്ന് പറഞ്ഞ കറണ്ട് ആയിട്ട് തന്നെ ഇങ്ങോട്ട് പോകും. ക്ലിയർ ആയോ? അപ്പോൾ A എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ എത്തുമ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. I1 I2 I3 അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്താ? സോഴ്സ് വോൾട്ടേജ് V അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഇത് പാരലൽ ആകുമ്പോൾ ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് remains the same. വോൾട്ടേജ് റിമെയിൻസ് ദ സെയിം അല്ലെ? എല്ലാത്തിലും എന്താണ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. കറണ്ടാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് I എന്ന് പറഞ്ഞാൽ എന്താ പറയുക? I1 പ്ലസ് I2 പ്ലസ് I3. നമ്മൾ വേണമെങ്കിൽ കിർച്ചോഫ് ജംഗ്ഷൻ ലോ ആണ് ഇട്ട് കൊടുക്കുക. സം ഓഫ് ദ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽ ടു കറണ്ട് സം ഓഫ് ദ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ അല്ല. ഇങ്ങനെ സിമ്പിൾ ലോജിക്ക് ആലോചിച്ചാൽ മതി. I1 പ്ലസ് I2 പ്ലസ് I3 കൂട്ടിയാലല്ലേ നമുക്ക് I കിട്ടുക. ഇനി ഓംസ് ലോയിൽ V ഈക്വൽ ടു IR അല്ലേ? അപ്പം I എന്ന് പറയുന്നത് എന്താ വരിക? V ഡിവൈഡഡ് ബൈ R. അപ്പം വോൾട്ടേജ് 3ലും സെയിം ആയിരിക്കും. കാരണം 3ലും എന്താ? എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് എല്ലാ റെസിസ്റ്റേഴ്സും ഉള്ളത്. അപ്പോൾ പാരലലിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പം ഇവിടെ എന്താ എഴുതുക? V ഡിവൈഡഡ് ബൈ R1 പ്ലസ് ഇവിടെ എന്താ? I2 എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ R2 പ്ലസ് V ഡിവൈഡഡ് ബൈ R3. വേണമെങ്കിൽ നമുക്ക് V കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പം എന്ത് വരും? 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3.
ഇങ്ങനെയല്ലേ വരിക ഐ അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നാൽ ഈ സർക്യൂട്ടൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെച്ച് കൊടുക്കും. ആർ ഇഫക്റ്റീവ്, ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി അല്ലേ. അപ്പം ഈ ആർ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ 3 റെസിസ്റ്റേഴ്സിന്റെ അതേ ഇഫക്റ്റ് തരണം. അങ്ങനെയാണ് നമ്മൾ, അങ്ങനെയുള്ള റെസിസ്റ്റൻസ് ആണ് ഇത്. അപ്പൊ ഈ ഐക്ക് പകരം എന്ത് എഴുതാം? വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എന്ത് വരും? 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അല്ലേ. അപ്പൊ ഈ വിയും ക്യാൻസൽ ആവും. അപ്പൊ എന്ത് വരും? 1/R ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ക്ലിയർ ആയോ? ഇതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എന്ത് വരിക? പാരലൽ കോമ്പിനേഷനിൽ വരിക. ക്ലിയർ ആയില്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമ്മളിപ്പോൾ ഇങ്ങനെ പറയും 1/R ഇഫക്റ്റീവ് അല്ലേ, 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. നമുക്ക് അറിയാൻ പറ്റും ദ റെസിപ്രോക്കൽ ഓഫ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് അല്ലേ. ഇപ്പൊ നോക്ക്, നമ്മൾ 3 റെസിസ്റ്റൻസ് 1 ഓം 2 ഓം നേരത്തെ പോലെ 5 ഓം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും. അതായത് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും എന്തേ വരുള്ളൂ? ലെസ് ദാൻ 1 ഓം ആണ് വരിക. ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ പഠിച്ചത് ഗ്രേറ്റസ്റ്റ് റെസിസ്റ്റൻസിന്, സീരീസ് കോമ്പിനേഷനിൽ ഗ്രേറ്റസ്റ്റ് റെസിസ്റ്റൻസിനെക്കാട്ടിയും വലിയ വാല്യൂ ആയിരിക്കും അതിന്റെ എഫക്റ്റീവിന് വരിക. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, അതായത് ലീസ്റ്റ് റെസിസ്റ്റൻസിനെക്കാട്ടി ചെറുതായിരിക്കും എന്ത് വരിക? അതിന്റെ വാല്യൂ വരിക, ആർ ഇഫക്റ്റീവ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് എടുത്ത് നോക്കാം. നോക്ക്, ഇപ്പം 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് വിചാരിച്ചോ, അല്ല സോറി സീരീസ് ആയിട്ട്. അപ്പം 2 ആറും 2 ഈക്വൽ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്ത്, അപ്പൊ അതിന്റെ ഇഫക്റ്റീവ് എന്താ വരിക? ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2R അല്ലേ. ഇനി 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലോ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അപ്പൊ നമ്മൾ എന്താ എഴുതുക? 1/R ഇഫക്റ്റീവ് ഈക്വൽ ടു 1/R1, അതായത് ഇവിടെ 1/R പ്ലസ് 1/R. ഇത് നമ്മൾ എന്ത് എഴുതും? 1/R പ്ലസ് 1/R എന്ന് പറയുമ്പോൾ 2/R എന്ന് എഴുതിക്കൂടെ. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ? R ഇഫക്റ്റീവ് ഈക്വൽ ടു R/2. ക്ലിയർ ആയോ? അപ്പൊ 2 ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും വരിക? R/2 ആണ് വരിക. ഇനി 2 നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത്, R1 ആൻഡ് R2. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/R ഇഫക്റ്റീവ് പാരലൽ കണക്ഷനിലെ 1/R1 പ്ലസ് 1/R2. ഇതിനെങ്ങനെ എഴുതാം? R2 പ്ലസ് R1 ബൈ R1 R2 എന്ന് എഴുതാം. ഇത് 1/R ഇഫക്റ്റീവ്. അപ്പൊ ആർ ഇഫക്റ്റീവ് എന്ത് വരും? R1 R2 ഡിവൈഡഡ് ബൈ, ഇതിനെങ്ങനെ എഴുതാം? R1 പ്ലസ് R2 എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇതാണ് എന്ത് വരിക? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇപ്പം a wire of resistance 4R is bent in the form of a circle. What is the effective resistance between the ends of the diameter? അതായത് ഈ ഒരു സർക്കുലർ ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ ഇഫക്റ്റീവ്, ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസ് 4R ആണെന്ന് വിചാരിച്ചോ അല്ലേ.
അപ്പോൾ അതിനെ ഞാൻ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വയർ കണക്ട് ചെയ്ത് ഇതിൻ്റെ മൊത്തത്തിൻ്റെ വാല്യൂ ആണ് 4R അല്ലേ. അപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടോ, എ ബി, ഞാൻ രണ്ട് സെക്ഷനാക്കി, സിയും ഡിയും അല്ലേ. അപ്പം ഈ 4R മാറിയിട്ട് ഇത് സിമെട്രിക് ഷേപ്പ് അല്ലേ. അപ്പം ഇതെന്തായി മാറിയിട്ടുണ്ടാവും, ഇതിൻ്റെ മുകളിൽ എ സി ബി എന്ന് പറയുന്നത് എന്ത് വരും, 2R വരും. എ ഡി ബി എന്ന് പറയുന്നത് എന്ത് വരും, 2R വരും. ക്ലിയർ ആയോ? അപ്പം ഇത് നമുക്ക് ഇങ്ങനെ വരച്ചൂടെ, അല്ല ഇത് ഈ പോയിന്റ് എ പോയിന്റ് ബി. ഇപ്പം എന്താ വരിക, 2R എന്താണ് വരിക, പാരലൽ അല്ലേ വരിക. അപ്പോൾ R ഇഫക്റ്റീവ് എങ്ങനെ എഴുതാം, R ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, R1 R2 2R ഇൻറ്റു 2R ബൈ 2R പ്ലസ് 2R, R1 R2 ബൈ R1 പ്ലസ് R2. ഇത് എത്രയാണ് വരിക, 4R സ്ക്വയർ ബൈ 4R. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 6ഉം ക്യാൻസൽ ചെയ്ത്, അപ്പോൾ 6 ആണ് വരിക. ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക, 6 ആണ് വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 2, നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ 3 റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ. ഇത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 2 വോൾട്ടാണ്. ഇവിടെ ഉള്ളത് 3ഉം 30 ഓം ആണ്. ഇത് 30 ഓം, ഇത് 30 ഓം, ഇതും 30 ഓം അല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട്. ഈ കറണ്ട്, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടോ, അതാ ഇത് അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ റെസിസ്റ്റൻസ് കണ്ടോ, ഈ 30ഉം സീരീസ് അല്ലേ. കാരണം നോക്ക്, ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ഈ എ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ ഒരു കറണ്ട് ഇങ്ങോട്ടും പോവും, വേറൊരു കറണ്ട് ഇപ്പോൾ I1 എന്ന് പറഞ്ഞൊരു കറണ്ട് ഇങ്ങോട്ടും പോവും, I2 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങോട്ടും പോവും. പക്ഷെ ഈ I2 തന്നെയാണ് ഏതിലേയും പോകുന്നത്, ഇതിലേയും പോകുന്നത്. ഈ രണ്ടിലും ഒരേതാണ്. അപ്പോൾ ഈ 30 ഓം എന്തായിരിക്കും, സീരീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ റെഡ് മാർക്ക് ചെയ്താണ്. അതിൻ്റെ ഇഫക്റ്റീവ് എന്താ വരിക, R ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു, രണ്ട് സീരീസ് ആകുമ്പോൾ എത്ര വരിക, 30 പ്ലസ് 30 എത്ര വരിക, 60 ഓം വരും അല്ലേ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇറേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരയ്ക്കുക, അവിടെ ഇനിയിപ്പോൾ എത്രയുള്ളത്, ഒരു 60 ഓം റെസിസ്റ്ററാണ് അല്ലേ. ഇനി 30ഉം 60ഉം എന്താ വരിക, പാരലൽ അല്ലേ വരിക. രണ്ടിലൂടെയും വേറെ കറണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു I2 ഡാഷ് എടുത്തോ, ഇപ്പോൾ രണ്ടിലൂടെയും വേറെ കറണ്ടാണ് പോകുന്നത്. അപ്പം ഇഫക്റ്റീവ്, അപ്പോൾ ടോട്ടൽ ഇതിപ്പോൾ R ഡാഷ് നേടിക്കും. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ വരിക, 30ൻ്റെയും 60ൻ്റെയും പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ 30 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 60 is equal to 30 into 60 divided by 90. ഇതിൽ എത്ര പ്രാവശ്യം പോകും, 3 ടൈംസ് പോകും. ഇത് കട്ട് ചെയ്താൽ 20. അപ്പോൾ R ഇഫക്റ്റീവ് എത്ര വരും, 20 ഓം അല്ലേ. ഇനിയിപ്പോൾ ഫൈനലി എന്തേ ഉണ്ടാവുള്ളൂ, ഇതെല്ലാം റേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു 20 ഓം റെസിസ്റ്റൻസ് മാത്രം ഉണ്ടാവും.
അല്ലേ? അപ്പം കറണ്ട് എന്താ വരിക? I ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് V ബൈ R. V എന്ന് പറയുന്നത് എത്ര? 2 ഡിവൈഡഡ് ബൈ 20 ഇസ് ഈക്വൽ ടു 1 ബൈ 10 ഇസ് ഈക്വൽ ടു 0.1 ആംപിയർ. 0.1 ആംപിയർ ആണ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ R1 ഇൻ ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള സോഴ്സ് വോൾട്ടേജ് 60 വോൾട്ടാണ്. ഈ R1 എന്ന് പറയുന്നത് 18 ഓം ആണ്. 18 ഓം. R2 എന്ന് പറയുന്നത് 10 ഓം. R3 എന്ന് പറയുന്നത് 5 ഓം. പിന്നെ ഇത് ഇത് 5 ഓം. R4 എന്ന് പറയുന്നത് 5 ഓം അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചെന്താ പറഞ്ഞാൽ ഡിറ്റർമിൻ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ R1. ഈ R1 അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നോക്ക്, ഇതും സീരീസ് അല്ലേ? ഒരേ കറണ്ട് തന്നെ ലയിലേ പോവുക. അപ്പം എന്ത് എഴുതാം? R3 and R4 are in series. അപ്പോൾ R effective എന്താ വരിക? R effective is equal to 5 plus 5. എത്ര വരിക? 10 ഓം. അപ്പോൾ നമുക്ക് ഇത് റേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും? ഒരു 10 ഓം റെസിസ്റ്റർ വരും. 10 ഓം. ഇനി ഇതും എന്താണ് വരിക? പാരലൽ അല്ലേ? അപ്പോൾ ഇവിടെ R ഇഫക്റ്റീവ് എന്താ വരിക? ഇത് വേണം R ഡാഷിനായിരിക്കും. അപ്പോൾ R ഡബിൾ ഡാഷ് ഇഫക്റ്റീവ്, അതായത് ഇതുമാണ്. അത് പാരലൽ അല്ലേ? പാരലൽ ആകുമ്പോൾ എന്താ വരിക? 10/2 5 ഓം വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇനി ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇത് രണ്ട് ഇറേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു 5 ഓം വരയ്ക്കാം അല്ലേ? ഇനി ഇത് രണ്ടും സീരീസ് അല്ലേ? അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് വരും? 18 + 5 = 23 ഓം. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I അല്ലേ? I എന്ന് പറയുന്നത് എന്താ വരിക? I = V / R. V എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 23. 60 ഡിവൈഡഡ് ബൈ 23 എന്ത് വരും? ആംപിയർ വരും. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി ചോദിച്ചത് അതല്ല അല്ലേ? ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? അപ്പം V അക്രോസ് V1. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ് വരുന്നത്? I അല്ലേ? I × R1 which is 60/23
into 18. 60 into 23 by 60 into 18 divided by 23 അല്ലേ? അതെങ്ങനെയാണ് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 60 into 18 divided by 23 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 46.95 46.95 വോൾട്ട് എന്നാണ് കിട്ടുക. ക്ലിയർ ആയോ? ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ചോദിക്കുന്ന ഫൈൻഡ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. ഇപ്പം നോക്ക്, ഇങ്ങനൊരു ബ്രാഞ്ച് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എ, ഇവിടെ ഇ, ഇത് പോയിന്റ് ബി സി ഡി ഇങ്ങനെ തന്നിട്ടുണ്ട്. എല്ലാത്തിലുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. എൻ്റെയും ഇൻ്റെയും ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ശ്രദ്ധിക്ക്, ഈ രണ്ടെണ്ണം എന്താണ്? സീരീസ് അല്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ബ്രാഞ്ച് ക്യാൻസൽ ചെയ്ത് വരിക. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പൊ ഇത് രണ്ടും 10 അല്ലേ? അപ്പൊ അവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും? ഞാൻ ഈ റൗണ്ട് ഇട്ട ഇത്, അപ്പൊ അവിടെ ആർ ഇഫക്റ്റീവ് എന്താവും? സീരീസ് പാരലൽ, ഇത് രണ്ട് സീരീസ് അല്ലേ? അപ്പൊ ആർ ഇഫക്റ്റീവ് എന്ത് വരും? 20 വരും. എങ്ങനെ വരുന്നതാണത്? 10 ohm പ്ലസ് 10 ohm, 10 പ്ലസ് 10 എത്ര വരിക? 20 ohm അല്ലേ? അപ്പം ഇതെങ്ങനെ വരും? ഇത് മാറ്റി വരയ്ക്കാം. മുകളിലേക്ക് എത്ര വരും? 20 ohm. ഇത് 10 ohm. അല്ലേ? ഇത് 10 ohm, ഇത് 10 ohm. ഇത് എ ഇ അല്ല. പിന്നെ ഈ 20യും ഈ 10ഉം എന്താണ്? പാരലൽ അല്ലേ? അപ്പൊ അതിന്റെ ആർ എഫക്റ്റീവ് എന്താ വരിക? ആർ എഫക്റ്റീവ് ആർ ഡാഷിന് എഴുതിക്കും. 20 10 പാരലൽ ആവുന്ന സമയത്ത് എന്താ വരും? 20 into 10 by 20 plus 10. 20 into 10 എന്ന് പറഞ്ഞാൽ 200 divided by 30. ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ എന്താ വരിക? 20/3 ohm. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതും ഇറേസ് ചെയ്യാം. ഈ ബ്രാഞ്ച് ഇറേസ് ചെയ്തിട്ട് എന്ത് വരയ്ക്കാം? നമുക്ക് ഇവിടെ ഒരു 20/3 ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. 20/3 ഓ. ഇനി ഇത് മൂന്നും കൂടി എന്താ വരിക? സീരീസ് അല്ലേ? അപ്പൊ ആർ എഫക്റ്റീവ് equal to 10 plus 20/3 plus 10. അപ്പൊ 10 plus 10 എത്രയാ? 20. 20 plus 20/3 is equal to 60 plus 20 divided by 3 is equal to 80/3 ohm. ക്ലിയർ ആയോ? അതാണ് എന്ത് വരിക? അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. 80/3 എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും? 26.67 ohm. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ സെറ്റ് ഓഫ് n ഐഡന്റിക്കൽ റെസിസ്റ്റൻസ്. പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുത്തോ. ഞാൻ നോട്ട്സ് തരും, ആ നോട്ട്സിൽ ഉണ്ടാവും അത്. അതിലിപ്പോ ഒന്ന് എഴുതിയെടുത്തോ. എ സെറ്റ് ഓഫ് n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്, ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് R when connected in series have an effective resistance X. അപ്പോ ഇങ്ങനെ n റെസിസ്റ്റേഴ്സ് ഇത് എത്രയാ? n റെസിസ്റ്റേഴ്സ് അല്ലേ? എല്ലാത്തിന്റെ വാല്യൂ എത്ര വരുന്നത്? 6. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ അതിന്റെ വാല്യൂ ആണ് എക്സ് എന്ന് വരുന്നത്. അപ്പൊ എക്സ് എത്രയാ വരിക? NR.
have an effective resistance of X. When resistors are connected in parallel, the effective resistance is Y. അപ്പോൾ ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വൈന്റെ വാല്യൂ എത്രയാണ് വരിക? അപ്പോൾ ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 1/R effective എന്താ വരിക? 1/R plus 1/R plus etc. up to എന്ത് വരും? 1/R. is equal to എന്ത് വരും? N into 1/R ഇത് വരില്ലേ? N/R. അപ്പോൾ R effective. R effective ആണ് നമുക്ക് തന്ന Y. Y എന്താ വരിക? R divided by N. അപ്പോൾ Y എന്ന് പറയുന്നത് എന്താ വരിക? R by N. Equation 2. ചോദിച്ച എന്താണെന്നത് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ R, X and Y. അപ്പോൾ X by Y ഒന്ന് ചെയ്ത് നോക്ക്. NR divided by R divided by N എന്നല്ല വരിക. ഇപ്പം എന്താ വരിക? N square R by R. അല്ലേ? അപ്പൊ X is equal to എന്ത് വരും? N square Y എന്ന് വരും. ക്ലിയർ ആയില്ലേ? X is equal to N square Y. അതൊരു റിലേഷൻ. ഇനി ഇത് രണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. X into Y. X into Y എന്ന് പറയുമ്പോൾ എന്താ വരിക? NR into R by N. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? XY equal to R square. അങ്ങനത്തെ റിലേഷൻ കിട്ടും നമുക്ക്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A parallel combination of 3 resistors takes a current of 7.5 ampere from a 30 volt supply. The resistors are 10 and 12 ohm. Find the third one. A parallel combination of 3 resistors. അപ്പം അതായത് ഇപ്പൊ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അപ്പം ഇപ്പോൾ 10 ohm 12 ohm R അല്ലേ? അപ്പൊ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 7.5 ആംപിയർ. ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ? 30 വോൾട്ട് അല്ലേ? അപ്പൊ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 7.5 ആംപിയർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ ആറിന്റെ വാല്യൂ എത്രയാന്നാ ചോദിച്ചത് അല്ലെ? അപ്പൊ ഇത് രണ്ടും പാരലൽ അല്ലേ? മൂന്നും പാരലലാണ്. അപ്പം ഇതിന്റെ രണ്ടിന്റെ ആദ്യം കണ്ടുപിടിക്കുക. ആർ എഫക്റ്റീവ് 10. ഇത് ഈ 10ഉം 12ഉം. അപ്പൊ എന്താ വരിക? ഈസ് ഈക്വൽ ടു 10 into 12 by 10 plus 12 is equal to 10 into 12 by 22. കട്ട് ചെയ്താൽ 5 11. അപ്പൊ 60 divided by 11 ohm എന്ന് വരും. 60 by 11 ohm അല്ലേ? പിന്നെ അതും ഈ ആറും 60 by 11 ohm and R are in parallel. അപ്പൊ R effective എന്താ വരിക? 60 by 11 into R by 60 by 11 plus R is equal to 60 R by 11 into by എന്ത് വരും? 60 plus 11 R by 11 വരും. ഈ 11ഉം 11ഉം കട്ട് ചെയ്യാം. അപ്പൊ 60 R divided by 60 plus 11 R എന്ന് വരും. ഇതാണ് എന്ത് വരിക? R effective. അപ്പൊ നമുക്കറിയാം കറണ്ട് I എന്ന് പറയുന്നത് എന്താ വരിക? V by R implies കറണ്ട് എന്ന് പറയുന്നത് എത്രയാ? 7.5 is equal to V എന്ന് പറയുന്നത് 30 divided by എന്താ വരിക? 60 R divided by R effective അല്ലേ? R effective 60 plus 11 R അല്ലേ? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇത് മുകളിലേക്ക് വരും. 7.5 is equal to 30 into 60 plus 11 R divided by 60 R. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്
7.5 into 60R is equal to 30 into 60 plus 11R. ഈ 30യും 60യും കട്ട് ചെയ്താൽ 2 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. വേറൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 3 ഓം ആണെന്ന്, ഇവിടെ 7 ഓം, ഇവിടെ 5 ഓം, ഇവിടെ 10 ഓം, ഇവിടെ 10 ഓം. നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഒന്ന് എ പിന്നെ സി. എൻ്റെയും സിൻ്റെയും ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എൻ്റെയും സിൻ്റെയും ഇടയിൽ. ഇപ്പോൾ അവിടെ ഞാൻ വരയ്ക്കണ ഒരു 2 ലീഡ് വരച്ചു വിചാരിച്ചോ. എ പിന്നെ സി, ഇതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്ക്, ഈ 3 ഓമും ഈ 7 ഓമും എന്താണ്? സീരീസ് അല്ലേ? അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 3 + 7 ഈക്വൽ ടു എന്ത് വരും? 10 ഓം അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റേസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് 10 ഓം അല്ലേ? ഈ 10ഉം 10ഉം എന്ത് വരും? പാരലൽ അല്ലേ? അപ്പോൾ 10/2 എത്ര വരും? 5 ഓം വരും. അപ്പം ഇതെത്ര വരിക? 5 ഓം. ക്ലിയർ ആയോ? 5 ഓം. പിന്നെ ഈ 10ഉം 5ഉം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തോ? അതും സീരീസ് അല്ലേ? അപ്പോൾ എത്രയോ? 15 ഓം ആവും. 15 ഓം. 15 ഓം. ക്ലിയർ ആണ്? ഇനി ഇത് രണ്ടും പാരലൽ അല്ലേ? അപ്പോൾ ആർ ഇഫക്റ്റീവ് എന്താ വരിക? ഫൈനൽ റെസിസ്റ്റൻസ് ആർ ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 5 × 15, 2 പാരലലായ സ്ഥിതിക്ക് 5 + 15. 5 × 15 തന്നെ 75 / 20 ഇസ് ഈക്വൽ ടു എത്ര വരിക? 3.75. 3.75 ഓം. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ ആർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ സർക്യൂട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ പോയിന്റ്സ് മാറിയിട്ടാ. ഇത് എ, ഇത് ബി. എ ബിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് 3 ഓം, ഇത് 7 ഓം, ഇത് 10 ഓം, ഇത് 5 ഓം, ഇത് 10 ഓം. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.
ഇത് നേരത്തെ ചോദിച്ചത് എയും സിയും ആണ്, ഇത് എയും ബിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി സീരീസ് തന്നെയല്ലേ, 3ഉം 7ഉം. അപ്പൊ അവിടെ എന്ത് വരും, 10 ഓം വരും. 3 + 7 ഇത് വരും. അവിടെ എന്ത് എഴുതാം, 10 ഓം എന്ന് എഴുതാം അല്ലേ. പിന്നെ ഈ 10 ഓമും പാരലൽ അല്ലേ. അപ്പോൾ 10/2 എത്ര വരും, 5 ഓം വരും അല്ലേ. ഞാനത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളിത് സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ ചെയ്യണം. ഇത് എത്രയാണ് വരിക, 5 ഓം അല്ലേ. പിന്നെ ഈ 5 ഓമും ഈ 5 ഓമും എന്താണ് വരിക, സീരീസ് അല്ലേ വരിക, കാരണം ഒരേ കറണ്ട് അല്ലേ ഫ്ലോ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് എഴുതാം, 5 + 5 എത്ര വരും, 10 ഓം. ഇത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് എഴുതാം, 10 ഓം എന്ന് എഴുതാം. ഓം അല്ലേ. പിന്നെ ഈ 10 ഓമും 10 ഓമും എന്താ, പാരലൽ അല്ലേ. അപ്പം 10/2 എത്ര വരിക, 5 ഓം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താ വരിക, 5 ഓം. കണ്ടോ, പോയിന്റ് മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ആവുന്നുണ്ട്, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 5 ഓം. ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Find the effective resistance of the network between the points A and B when the switch is open and switch is closed. നോക്ക്, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം എ ബി ഇത് 6 ഓം ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 12 ഓം ആണെന്ന് തന്നിട്ടുണ്ട്, ഇതും 12 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ് വരുന്നത്, ഇത് 6 ഓം. ഈ സ്വിച്ച് എസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഫസ്റ്റ് കേസ് എസ് ഈസ് ഓപ്പൺ എഴുതി. എസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിലെ ഒബ്വിയസ്ലി കറണ്ട് പോകുന്നില്ല. ക്ലിയർ ആയോ. ആദ്യത്തെ കേസ് ക്ലോസ്ഡ് ആയിട്ട് എടുത്തോ, പിന്നെ വരയ്ക്കാലോ. എസ് ഈസ് ക്ലോസ്ഡ്. സ്വിച്ച് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂതാ, ഇത് അടച്ച്. അപ്പോൾ അതെന്താ വരിക, ഒരു ലൈനായിട്ടല്ല ഉണ്ടാവുക. സ്വിച്ച് ക്ലോസ് ചെയ്ത് എസ് അല്ലേ. അപ്പം എന്താ സംഭവിക്കുക, എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള എഫക്റ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താ വരിക, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. ഇവിടെ ഈ ബ്രാഞ്ചിലൊന്നും ഇല്ലല്ലോ. അപ്പം ഈ മനസ്സിലാവാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പം ഇവിടെ 6 ഓം, ഇവിടെ 12 ഓം. നമുക്ക് ഇങ്ങനെ ഒരു ബ്രാഞ്ചിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഒരു കോമൺ പോയിന്റ് മതി അല്ലേ. ഈ ഒരു ബ്രാഞ്ച്, അപ്പോൾ ഈ ഒരു ഈ ഒരു പോയിന്റ് സി ആണെന്ന് വിചാരിച്ചോ, സി. ഈ പോയിന്റ് ഡി ആണ് വിചാരിച്ചോ. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞിട്ടൊരു ലെങ്ത് വേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ഒറ്റ പോയിന്റ് ആയിട്ട് എടുക്കാം, സി അല്ലെങ്കിൽ ഡി, ഒരൊറ്റ പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതാ ഇവിടെ, പിന്നെ ഇതിവിടെ എന്താ വരിക, ഇങ്ങനെ വരും. അല്ലേ. ഇത് 12 ഓം വരും, ഇത് 6 ഓം. ഇത് 12 ഓം 6 ഓം. ക്ലിയർ ആയോ. കണ്ടാൽ തന്നെ ഇത് രണ്ടും എന്താണ് വരിക, പാരലൽ അല്ലേ. അപ്പം ഇതെന്താ വരിക, ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ റൗണ്ട് ചെയ്ത് കേട്ടോ, റൗണ്ട് ചെയ്ത് പാരലൽ അല്ലേ. അപ്പം 6 × 12/6 + 12, അതായത് 6 × 12 / 18. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3, 4. എത്ര വരിക, 4 ഓം എന്ന് വരും അല്ലേ. അപ്പം ഇത് ഇറേസ് ചെയ്തിട്ട് എനിക്ക് എന്ത് വരയ്ക്കാം, ഇത് ഇറേസ് ചെയ്തിട്ട് അവിടെ എനിക്ക് എന്ത് വരയ്ക്കാം, 4 ഓം വരയ്ക്കാം.
ഇനി ഇതും ഇറേസ് ചെയ്തിട്ട് എന്ത് വരയ്ക്കുക? ഇതുപോലെ തന്നെ വരും. 12 ഉം 6 വരുമ്പോൾ അവിടെ എന്ത് വരും? 4 ഓം എന്ന് വരും. 4 ഓം അല്ലേ? 4 ഓം. ഇനി ഈ 4 ഓമും 4 ഓമും എന്താ വരിക? സീരീസ് അല്ലേ? അപ്പൊ എഫക്റ്റീവ് എത്രയാ വരിക? 4 + 4 എത്രയാ വരിക? 8 ഓം. ക്ലിയർ ആയോ? സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ. ഇനി സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ എന്താ വരിക നോക്ക്. S is open. Second case, S is open. ഓപ്പൺ ആവുന്ന കേസ് എന്താ വരിക? ഇവിടെ ഇങ്ങനെ ഒരു ബ്രാഞ്ചേ ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലായി. ഈ 6 ഉം 12 എന്താണ്? പാരലൽ അല്ലേ? അല്ല സോറി, സീരീസ് അല്ലേ? അപ്പൊ ഇതിനെ ഇറേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 6 + 12 എത്രയാ വരിക? 18 ഓം. ഇതെന്താ വരിക? 12 + 6 അതും എന്താ വരിക? 18 ഓം. ഇവിടെ ഇറേസ് ചെയ്തിട്ട് എന്ത് വരയ്ക്കാം? എനിക്ക് 18 ഓം വരയ്ക്കാം. 18 ഓം. പിന്നെ ഈ 18 ഓമും 18 ഓമും എന്താ? പാരലൽ അല്ലേ? അപ്പൊ 18/2 എത്രയാ വരിക? 9 ഓം. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? 9 ഓം ആണ് വരിക. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. Find the effective resistance between A and B. പിന്നെ അതിന്റെ ഫൈൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ്. നോക്ക് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. പ്ലസ് മൈനസ്. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. ഈ പോയിന്റ് A B. ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 10 വോൾട്ട്. ഇതിൽ ഓരോ റെസിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് 5 10 10 10 10 5. ക്ലിയർ ആയോ? അപ്പം നോക്ക്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് BCD എന്ന് മാർക്ക് ചെയ്ത്. ഈ CD-ന്റെ ഇടയിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊരു കോമൺ പോയിന്റ് ആക്കിയിട്ട് മാറ്റാം. ഈ സെന്റർ പോയിന്റ് ഒന്നെടുത്തോ അല്ലേ? അപ്പൊ ഈ സിയും ഡിയും എന്നാകുമ്പോൾ ഇവിടെ ഒരു കോമൺ പോയിന്റ് വരും. ഈ റെസിസ്റ്റൻസ് എന്ത് വരും? ഇങ്ങനെ വരൂലേ? അതുപോലെ തന്നെ ഇവിടെ ABCDEF. ഈ എഫ് എന്ന് പറയുന്ന പോലെ 2 പോയിന്റ് ഇല്ല, അതൊരു പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? അല്ലേ? അപ്പൊ ഇത് 10 ഇത് 10 ഇതും 10 ഇതും 10 അല്ലേ? പിന്നെ ഈ പോയിന്റിൽ എന്ത് വരിക? നമുക്ക് ഈ CAD എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇതാണ് കേട്ടോ. C,A,D. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ E,B,F അല്ലെ? ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് എന്തുള്ളത്? ഇത് മുകളിൽ കൂടുള്ള പോയിന്റാണ് ഈ 5 ഓം. പിന്നെ ഈ താഴത്ത് കൂടുള്ള പോയിന്റാണ് അതും 5 ഓം. ഇവിടെയാണ് ലീഡ് പുറത്തേക്കുള്ളത്. ക്ലിയർ ആയോ? അപ്പം ഇത് രണ്ടും കൂടി ഇറേസ് ചെയ്തിട്ട് എന്തൊക്കെയാ വരയ്ക്കുക? ഇവിടെ എന്തായി മാറിയിട്ടുണ്ടാവും? 5 ഓം ആയിട്ട് മാറിയിട്ടുണ്ടാവും. 5 ഓം. അതുപോലെ തന്നെ ഇത് ഒഴിവാക്കിയിട്ട് എന്ത് വരയ്ക്കുക? 5 ഓം.
ഈ 5 ഉം 5 ഉം ചേർന്നിട്ട് എന്താവും 10 ഓം ആവും. അല്ലേ? ഇനി ഇത് മൂന്നും പാരലൽ അല്ലേ? പാരലൽ എന്ന് പറയുമ്പോൾ ഈ 5 ഉം 10 ഉം എന്താണ്? പാരലലാണ്. അപ്പം എന്താ വരിക? ഇത് രണ്ടും കൂടി 10 into 5 divided by 10 plus 5. 10 into 5 is 50 divided by 15. പാരലൽ കോമ്പിനേഷൻ്റെ R1 by R1 R2 by R1 plus R2. ഇത് എത്ര? 5 ഓം ആണ്. അപ്പോൾ 10/3. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇറേസ് ചെയ്തിട്ട് അവിടെ എനിക്ക് എന്ത് ചെയ്താൽ 10/3 എന്ന് എഴുതാം. ഓം. ഇനി 10/3 5 എന്താണ്? അതും പാരലലാണ്. അപ്പോൾ പാരലൽ ആകുമ്പോൾ 10/3 into 5 by 10/3 plus 5. അപ്പോൾ 50/3 divided by 10 plus 15/3. ഈ 3 ഉം 3 ഉം കട്ടാവും. അപ്പോൾ 50 divided by 25 എന്ന് വരും. എത്ര വരിക? 2 ഓം ആണ് വരിക. ക്ലിയർ ആയോ? ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? 2 ഓം. അപ്പോൾ എനിക്ക് ഈ എല്ലാ കോമ്പിനേഷനും മാറ്റിയിട്ട് അവിടെ എന്ത് വെച്ചാൽ മതി? അവിടെ ഒരു 2 ഓം റെസിസ്റ്റൻസ് മാത്രം വെച്ചാൽ മതി. 2 ഓം. അപ്പോൾ കറണ്ട് എന്താ വരിക? വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ്. വോൾട്ടേജ് തന്നെ എത്രയാണ്? 10 divided by 2 എത്രയാണ് വരിക? 5 ആംപിയർ. കറണ്ട് എത്രയാണ് വരിക? 5 ആംപിയർ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കൊരു കോമ്പിനേഷൻ, വീണ്ടും ഒരു കോമ്പിനേഷൻ ബ്രാഞ്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്തത് അക്രോസ് ഒരു 15 വോൾട്ട് ബാറ്ററി. ഈ റെസിസ്റ്റർ 3 ഓം. എല്ലാ റെസിസ്റ്റേഴ്സും 3 ഓമാണ്. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 3 മൈക്രോ ഫാരഡ്. ക്ലിയറായോ? അപ്പം ഇതിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കപ്പാസിറ്ററുള്ള ബ്രാഞ്ച് ഇതല്ലേ. അപ്പോൾ കറണ്ട് ഈ ജംഗ്ഷനിൽ ഇവിടുന്ന് ഒരു കറണ്ട് വന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തെന്ന് വിചാരിച്ചു. ഇവിടെ കപ്പാസിറ്റർ ഉള്ളതിനെ കൊണ്ട് കപ്പാസിറ്റർ എന്താവും? ഡയറക്റ്റ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അപ്പം ഈ ബ്രാഞ്ചിൻ്റെ ആവശ്യം നമുക്കില്ല. ആ ബ്രാഞ്ചിലൂടെ എന്ത് പോല കറണ്ട് ഫ്ലോ ചെയ്യില്ല. കപ്പാസിറ്റർ ഉള്ളതിനെ കൊണ്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡയറക്റ്റ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. ക്ലിയർ ആയോ? ഇനി ഈ 3 ഉം 3 ഉം എന്താ? ഇനി ബാക്കി നോക്കി. ഈ 3 ഉം 3 ഉം എന്താ വരിക? സീരീസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് വാല്യൂ എത്രയാണ് വരിക? 6. എന്താ വരിക അവിടെ? 6 വരിക. ഈ 3 ഉം 6 ഉം എന്താ വരിക? പാരലൽ അല്ലേ. പാരലൽ ആകുമ്പോൾ എന്താ വരിക? 6 into 3 by 6 plus 3. എത്ര വരും? 2 ഓം വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇറേസ് ചെയ്തിട്ട് നമുക്ക് എന്താ എഴുതാം? 2 ഓം എന്ന് എഴുതാം. 2 ഓം. ഇനി 2 ഉം 3 ഉം എന്താണ്? സീരീസ് അല്ലേ. അപ്പോൾ ഇഫക്റ്റീവ് ആർ ഇഫക്റ്റീവ് എത്ര വരും? 2 plus 3 is equal to 5 ഓം. അപ്പോൾ കറണ്ട് എത്രയാണ് വരിക? വി ബൈ ആർ. അപ്പോൾ 15/5 is equal to 3 ആംപിയർ. അപ്പോൾ 3 ആംപിയർ ആണ് ആ കറണ്ട് വരിക. മനസ്സിലായോ? ഇനി
അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ EMF E ആണ്. ഈ R1 എന്ന് പറയുന്നത് R1 = 4 ohm. R2 എന്ന് പറയുന്നത് എന്താണ്? R2 = 15 ohm. R3 ഇതും എന്താ വരിക? 15 ohm. R4 30 ohm. അപ്പം ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആൻഡ് കറണ്ട് ഇൻ ദ ഈച്ച് റെസിസ്റ്റർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം. ഈ ഡയഗ്രാം നോക്ക്. ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ഇതാണ് ഈ ഒരു ബ്രാഞ്ച് കണ്ടോ, എയും സിയും. അവിടെ ഒന്നുമില്ലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ വരയ്ക്കാം. ഈ റെസിസ്റ്റൻസ് അങ്ങനെ തന്നെ വരച്ച്, പിന്നെ ഇവിടെ വേർട്ടിക്കലായിട്ട് തന്നെ ഇത് 4 ohm വരും, ഇത് 15 ohm അല്ലേ. ഇത് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ വേർട്ടിക്കലാക്കാം അല്ലേ. ഇത് എത്ര വരിക? 30 ohm. ഇത് 15 ohm. അപ്പം ഇങ്ങനെയാണ് വരിക. അപ്പം ഇത് രണ്ടും എന്താണ് വരിക നോക്ക്. ഇത് രണ്ടും ഈ 15ഉം ഈ 15ഉം സോറി വേണ്ട, ഇതെടുത്തോ. 30ഉം 15ഉം പാരലൽ അല്ലേ. അപ്പം എന്താ വരിക? ഇത് 13ഉം 15ഉം 15 ആണ്. ഈ 15. അപ്പോൾ നമ്മൾ അവിടെ ഇഫക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 30 × 15 ഡിവൈഡഡ് ബൈ 30 + 15. 30 × 15 ഡിവൈഡഡ് ബൈ 45. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 3. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ എത്ര വരെ? 10 ohm വരും. അപ്പം ഇതിനെ റൈസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക? 10 ohm എഴുതാം. പിന്നെ ഇത് രണ്ടും എന്താണ്? പാരലൽ അല്ലേ. ഈ 15ഉം 10. അപ്പം 15 × 10 ഡിവൈഡഡ് ബൈ 15 + 10. 15 × 10 ഡിവൈഡഡ് ബൈ 25. 5 കോമൺ അല്ലേ. അപ്പോൾ ഇവിടെ 3, ഇവിടെ 5. ഇത് രണ്ടും കട്ട് ചെയ്താൽ 2. എത്ര വരിക? 6 ohm. അപ്പോൾ ഇതെന്ത് വരും? 6 ohm. അല്ലേ. ഈ 6ഉം 10ഉം എന്താണ്? സീരീസ് അല്ലേ. അപ്പോൾ ഇവിടെ ഫൈനലി എത്ര വരും? 6 + 10. അപ്പോൾ എത്ര വരിക? 10 ohm എന്നാണ് വരിക. അല്ലേ. അപ്പോൾ ഇവിടുത്തെ EMF എത്രയാന്ന്? EMF തന്നിരിക്കുന്നത് 60 വോൾട്ടാണ്. EMF എന്ന് 10 വോൾട്ടാണ്. അപ്പോൾ കറണ്ട് എന്താ വരിക? കറണ്ട് വോൾട്ടേജ് 10 E ഡിവൈഡഡ് ബൈ R ഇഫക്റ്റീവ് = 10/10. എത്രയാണ് വരിക? 1 ആംപിയർ ആണ് വരിക.
ക്ലിയർ ആയോ? അപ്പം അതിലേ പോകുന്നത് 1 ആംപിയർ. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ 1 ആംപിയർ പോവും, ഇവിടെ എന്ത് വരും? 1 ആംപിയർ പോവും. ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ? ഇതിലേ പോകുന്നത് എന്താ വരിക? ഒരു I1 ആണെന്ന് വിചാരിച്ചോ, ഇതിലേ പോകുന്നത് I2. ഒരു കാര്യം ചെയ്യാം, ക്രിച്ചോഫ്സ് ലോ വരുന്ന സമയത്ത് ക്രിച്ചോഫ്സ് ലോന്റെ സെക്കൻഡ് ലോ ഉണ്ട്, ജംഗ്ഷൻ റൂൾ ഉണ്ട്. അത് വരുമ്പോൾ ഒന്ന് ഈ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി എടുത്ത് ചെയ്തുതരാം. തൽക്കാലം ഇപ്പം ഇതിൽ കറണ്ട് എത്ര വരിക? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട് എന്താ വരിക? 1 ആംപിയർ. ക്ലിയർ ആയോ? നോക്ക്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ്, EMF ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ. നോക്ക്, ഏതൊരു സെല്ല് എടുത്തു കഴിഞ്ഞാലും ആ സെല്ലിന് ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫിഗർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ ഇങ്ങനെയല്ല, ഒരു സെല്ലിൻ്റെ ഇതിൽ വരിക. അപ്പം നോക്ക്, 2 ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ട്, ഒരു ഇലക്ട്രോലൈറ്റിൽ 2 ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇത് പോസിറ്റീവ് ഇലക്ട്രോഡും ഇത് നെഗറ്റീവ് ഇലക്ട്രോഡും ആണ് വിചാരിച്ചു. ഈ ഇലക്ട്രോഡ് നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സൊല്യൂഷനിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഇലക്ട്രോലൈറ്റ് അല്ലേ? അപ്പോൾ ഇതിന് അക്രോസ് നമ്മളിപ്പോൾ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വിചാരിച്ചോ. റെസിസ്റ്റൻസ് എന്ന ഏതെങ്കിലും വാല്യൂ, ലോഡ് റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? അപ്പം ചാർജ് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ലേ? അപ്പം ചാർജ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഡയറക്ഷൻ. അപ്പം എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇത് ഹയർ പൊട്ടൻഷ്യൽ അല്ലേ, ഇത് ലോവർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ചാർജസ് ഓൾവേസ് മൂവ് ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ ചാർജ് ഇവിടം വരെ എത്തി, ഇതാ ഈ പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ ഇലക്ട്രോലൈറ്റിലൂടെ ഇങ്ങോട്ട് വരണ്ടേ അല്ലേ? അപ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് അല്ലേ, ഇത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റിൽ ചാർജ് എവിടുന്നാണ് പോകുന്നത്? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത് അല്ലേ? അതായത് ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് അല്ലേ? എക്സ്റ്റേണൽ നിന്ന് ഹയർ നിന്ന് ലോവറിലേക്കാണെങ്കിലും സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് എന്താണ്? ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ചാർജ് ഇതിലെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോലൈറ്റ് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ചാർജിന് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ഫ്ലോ കിട്ടണമെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഈ ഇലക്ട്രോലൈറ്റിലൂടെ മൂവ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ചാർജിന് ഈ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ടാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് നമ്മൾ സെല്ല് ഡാമേജ് ആവുന്നതെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നല്ല ഐഡിയൽ സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അങ്ങനെ ഒരു കേസ് ഇല്ല കേട്ടോ. ഇന്റേണൽ റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ല എന്ന്. അതൊരു ഐഡിയൽ കേസാണ്. ഐഡിയൽ കേസ്, അങ്ങനെ ഒരു കേസ് ഇല്ല അല്ലേ? അപ്പോൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ഇന്റേണൽ റെസിസ്റ്റൻസ്, അത്രത്തോളം ബാറ്ററി നല്ലതായിരിക്കും, സെല്ല് നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് അല്ലേ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ ബിറ്റ്വീൻ ഇറ്റ്സ് ഇലക്ട്രോഡ്. മനസ്സിലായോ? അതിനെയാണ് എന്ത് പറയുക? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം അല്ലേ? അപ്പം ഇന്റേണൽ റെസിസ്റ്റൻസ് കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കേ, പറഞ്ഞുതരാം. അതായത് ഫാക്ടേഴ്സ്
affecting the internal resistance of a cell. Factors affecting the internal resistance of a cell. അതെങ്ങനെയാണ് നോക്ക്. അപ്പം ഞാൻ ആ ഇലക്ട്രോഡ് വരച്ചു. അല്ലേ, ഇതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇത് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഫസ്റ്റ് ഈ ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഇലക്ട്രോലൈറ്റ് ഇപ്പോൾ CuSO4 ആണെങ്കിൽ പിന്നെ H2SO4, ഇതൊക്കെ പല ടൈപ്പുള്ള ഇലക്ട്രോലൈറ്റ്സാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോലൈറ്റ് ഓരോ റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഇതിൽ സൊല്യൂട്ടും ഉണ്ടാവും സോൾവെൻറ്റും ഉണ്ടാവും. ചിലപ്പോൾ മിക്കവാറും സോൾവെൻറ്റ് വെള്ളമായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടും. ക്ലിയർ ആയോ? അപ്പോൾ വേറെ ഒന്നാണ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രോഡ് എത്ര ഡിസ്റ്റൻസിലാണെന്ന്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപാട് ദൂരം, നിങ്ങൾക്കറിയാം ലെങ്ത് കൂടുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടും. അപ്പോൾ അതുപോലെ ഇവരുടെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്താവും, ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടും. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ചില ഓതേഴ്സ് ലീനിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് എന്നും പറയും കേട്ടോ. ലീനിയർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സാണ് അല്ലേ. പിന്നെ ഇവിടെ കണ്ട ഇത്രയും ഈ ഇലക്ട്രോഡിൻ്റെ ഞാൻ ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ അല്ലേ വെള്ളത്തിൻ്റെ, അതായത് ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ. ബാക്കി ഏരിയ പുറത്താണ്. അപ്പം ഇവർ തമ്മിലുള്ള കോമൺ ഏരിയ എന്ന് പറയുന്നത് ഇതല്ലേ, ഈ രണ്ടെണ്ണം അല്ലേ കോമൺ ഏരിയ. അപ്പോൾ കോമൺ ഏരിയ of the electrode dipped in the electrolyte അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ടെമ്പറേച്ചർ, നാലാമത്തതാണ് ടെമ്പറേച്ചർ അല്ല. ഈ 5 ഫാക്ടേഴ്സിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് നാച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് അല്ലേ, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാലും ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താവും, കൂടും. കോമൺ ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ് അല്ല, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുക ചെയ്യാം അല്ലേ. ടെമ്പറേച്ചറിന് എന്താ വരിക, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയുക. കാരണം മൊബിലിറ്റി കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മൊബിലിറ്റി കൂടും. മൊബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്, കണ്ടക്ടർ ആകും അല്ലെ, കുറെ കൂടി അയേൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കണ്ടക്ഷനിൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന്, EMF ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ. ടെർമിനൽ പൊട്ടൻഷ്യൽ EMFനെ സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക E എന്നാണ്, ടെർമിനൽ പൊട്ടൻഷ്യലിനെ V. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഇപ്പം ഞാനൊരു സെല്ല് വരച്ച് ശ്രദ്ധിക്കുക, ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊരു സെല്ലുണ്ട്. ഈ പ്രൊജക്റ്റ് ചെയ്ത പാർട്ടാണ് ശരിക്കും സാധാരണ പോസിറ്റീവ് വരിക, ഇതാണ് നെഗറ്റീവ് വരിക. ഞാൻ ഇതിനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്ത് അല്ലേ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കണം. കറണ്ട് എപ്പോഴും എന്താ വരുന്ന, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുക
അല്ലേ, എന്ത് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ സർക്യൂട്ട് ഇല്ലേ, അത് ഞാൻ ബ്ലൂ കളറിൽ വരയ്ക്കുക. അത് ഇവിടുന്ന് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തത്. ഇതാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ക്ലിയറാണ്. അപ്പോൾ ഇതിലെ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? ഈ ഡയറക്ഷനിൽ, അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുന്ന സമയത്ത്, ഇത് മാറ്റി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക പറ്റുക? അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും, പിന്നെ ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ്, ഇത് സെല്ലിൻ്റെ കൂടെ എന്തുണ്ടാവും? ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു ബോക്സിലാക്കിയിട്ട് വരയ്ക്കും. ആ സെല്ലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയില്ലേ? അപ്പം ഈ സെല്ലിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മാക്സിമം വോൾട്ട് 6 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ, അസ്യൂം ചെയ്തോ. അതായത് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വോൾട്ട് 6 വോൾട്ടാണ്. ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നിങ്ങളൊരു 1 ഓം ആണെന്ന് വിചാരിച്ചോ. നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തത് 2 ഓം. ഈ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 2 ഓം അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതും ഈ സ്മോൾ ലെറ്റർ ആർ, കണ്ട ഈ ആറും ഈ സ്മോൾ ലെറ്റർ ആറും, ഇത് സീരീസ് അല്ലേ, ഈ ആറ് അല്ലേ. അപ്പോൾ ആർ ഇഫക്റ്റീവ് എന്താ വരിക? ആർ പ്ലസ് ആർ, അതായത് എത്രയാണ് വരിക? ആറ് എന്ന് പറയുന്നത് എത്ര? 2 ഓം. 2 + 1 എത്രയാണ് വരിക? 3 ഓം. കറണ്ടിൻ്റെ സർക്യൂട്ട് എന്താ വരിക? V/R ഇഫക്റ്റീവ്. ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം അതിന് കൊടുക്കാൻ പറ്റിയ എത്രയാ? ഇ. അപ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇന്ന് എഴുതാം. 6/3 എത്രയാണ് വരിക? 2 ആംപിയർ. 2 ആംപിയർ കറണ്ട്. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്നത് എന്താണ്? ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നതും 2 ആംപിയർ ആണ്. ഇതിലെ ഫ്ലോ ചെയ്യുന്നത് എന്താണ് വരിക? 2 ആംപിയർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ എഴുതുകയാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ആർ. അതിനെ ഞാൻ VR എന്ന് എഴുതി. VR അതായത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? അതിലെ പോകുന്ന കറണ്ട് 2 അല്ലേ. അപ്പോൾ IR, I × R എത്ര വരിക? 2 × 2 എത്ര വരിക? 4 വോൾട്ട് വരും. ഇനി V സ്മോൾ ലെറ്റർ ആർ, അതായത് കറണ്ട് × R, 2 × എത്രയാണ്? 1, 2 വോൾട്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറഞ്ഞാൽ, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതന്നെയാണെന്നും കൂടി വരയ്ക്കുന്നത്. സെല്ല് അല്ലേ. സെല്ലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ മാക്സിമം വോൾട്ടേജ് ആണ് 6 വോൾട്ട് അല്ലേ. പക്ഷേ ഈ റെസിസ്റ്റൻസിന് അക്രോസ് നമുക്ക് എത്ര വോൾട്ടേ കിട്ടുന്നുള്ളൂ? 4 വോൾട്ട് അല്ലേ. ഇത് എന്താ വരിക? ഇതിൻ്റെ ഉള്ളിൽ എത്ര വോൾട്ട് ലോസ് ചെയ്തിട്ടുണ്ട്? 2 വോൾട്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. എന്താണ് വരിക? ടെർമിനൽ പൊട്ടൻഷ്യൽ. ഈ കൊടുക്കാൻ പറ്റിയിട്ടുള്ള മാക്സിമം പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്താ പറയുക? EMF എന്ന് പറയാം. കൺസെപ്റ്റ് മനസ്സിലായോ? ഈ 2 വോൾട്ട് എവിടെയാണെന്ന് വരുന്നത്? ഈ 2 വോൾട്ടിനെയാണ് നമ്മൾ ലോസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ചില ഓതേഴ്സ് ലോസ്റ്റ് പൊട്ടൻഷ്യൽ എന്നാണ് ഇതിന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ഒരു സെല്ലിന് 6 വോൾട്ട് മാക്സിമം കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ അക്രോസ് എത്രയേ കിട്ടുന്നുള്ളൂ? 4 വോൾട്ടേ കിട്ടുന്നുള്ളൂ അല്ലേ. ബാക്കി 2 വോൾട്ട് എവിടെ ലോസ് ചെയ്തിട്ടുണ്ട്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ് വെൻ ദ സെൽ ഈസ് കണക്റ്റഡ് അക്രോസ് എ വയർ. ഓർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ സെൽ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻഡായിട്ടുള്ള പൊട്ടൻഷ്യലാണ് എന്ത് പറയാം? നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. മനസ്സിലായോ?
ഇനി സെല്ല് വേറെ എവിടെയും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്നതാണ് എന്ത് വരിക 6 വോൾട്ട് എന്ന് പറയാം. അപ്പം നമ്മൾ വി എന്ന് പറയുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ in closed circuit. Closed circuit. Closed circuit or when it is connected to an external wire. EMF എന്ന് പറഞ്ഞാൽ എന്താ? Potential in an open circuit. അതായത് നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സെൽ. സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ വയർ ആയിട്ട് കണക്ട് ചെയ്യാത്ത സമയത്തുള്ള പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇ എന്ന് പറയാം. ക്ലിയർ ആയോ? പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കൂടി ഞാൻ ചെയ്യാം അല്ലേ. ഇപ്പം ഇങ്ങനൊരു സെല്ല് വരച്ച് ഇതാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R, ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് R, ഇതിൻ്റെ EMF E അല്ലേ. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ I. അപ്പം R ഇഫക്റ്റീവ് എന്താ വരിക? R പ്ലസ് R അല്ലേ. അപ്പം കറണ്ട് എന്താ വരിക? കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റിയ എത്ര? E ബൈ എന്താ വരിക? R ഇഫക്റ്റീവ്. അപ്പം I എന്ന് പറയുന്നത് എന്താ വരിക? E ബൈ R പ്ലസ് R. ഇത് ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? E ഈസ് ഈക്വൽ ടു I ഇൻറ്റു R പ്ലസ് R അല്ലേ. E ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ IR പ്ലസ് I ഇൻറ്റു R ഇങ്ങനെ വരില്ലേ. അപ്പം ഈ IRനെയാണ് നമ്മൾ എന്താ പറയുക? V. അപ്പം E ഈസ് ഈക്വൽ ടു V പ്ലസ് IR എന്ന് വരും. മനസ്സിലായോ? അല്ലെങ്കിൽ V എന്ന് പറയുന്നത് എന്താ വരിക? E മൈനസ് IR അല്ലേ. നമുക്ക് എഴുതാൻ പറ്റൂ ടെർമിനൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു EMF മൈനസ് ലോസ്റ്റ് പൊട്ടൻഷ്യൽ. ഇങ്ങനെ വേണമെങ്കിലും പറയാം. V ഈക്വൽ ടു E മൈനസ് IR. ക്ലിയർ ആയോ? അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E, V ആൻഡ് R കേട്ടോ. ഇനി ഓരോ കേസ് നോക്കാം. ഇതിൽ നിന്ന് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് IR ഈ ഇക്വേഷൻ നോക്ക്. ഇപ്പം എന്ത് കിട്ടും? IR ഈസ് ഈക്വൽ ടു E മൈനസ് V എന്നായില്ലേ. therefore R എന്ന് പറയുന്നത് എന്താ വരിക? E മൈനസ് V ഡിവൈഡഡ് ബൈ I അല്ലേ. ഈ ഐക്ക് പകരം എന്ത് എഴുതാം? V ബൈ R എന്ന് എഴുതി കൂടെ. V ഈക്വൽ ടു R. അപ്പോൾ ഇതെന്ത് വരും? E മൈനസ് V ഡിവൈഡഡ് ബൈ V ബൈ R. അപ്പോൾ internal resistance is equal to E minus V by V into R. ഇങ്ങനെ എഴുതാം. internal resistance അല്ലേ. അപ്പോൾ internal resistance എപ്പോഴാണ് 0 ആവുക? ഓക്കെ. if E equal to V ടെർമിനൽ പൊട്ടൻഷ്യലും ഇതുമാണ്, അപ്പോഴാണ് എന്ത് വരിക? R0. അങ്ങനെ ഒരു കേസ് ഇല്ല കേട്ടോ. അതൊരു ഐഡിയൽ കേസാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് തന്നെ ടെർമിനൽ പൊട്ടൻഷ്യലും EMFഉം എന്താവില്ല? ഒരിക്കലും ഈക്വൽ ആവില്ല. മനസ്സിലായോ? ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കറിയുന്ന റിലേഷനാണ് V ഈക്വൽ ടു നമ്മളിപ്പോൾ പഠിച്ച്
ഇ മൈനസ് ഐ ആർ അല്ലേ. അപ്പം ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇവിടെ പൊട്ടൻഷ്യൽ വി, ഇവിടെ കറണ്ട് കറണ്ടല്ല, ഇവിടെ കറണ്ട് ഐ അല്ലേ. അപ്പോൾ അതിപ്പം നമ്മളിവിടെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ് എടുക്കുക അല്ല. അപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് എഴുതുന്ന സമയത്ത് വൈൻ്റെ സ്ഥാനത്ത് ആരാളുള്ളത്? വി ഈസ് ഈക്വൽ ടു എം എക്സിന് പകരം എന്ത് എഴുതുക? മൈനസ് ഐ ആർ പ്ലസ് സി എന്ന് പറയുന്നത് ഇ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എഴുതാം, വി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു ഐ പ്ലസ് ഇ, അങ്ങനെ എഴുതിക്കൂടെ അല്ലേ. അപ്പോൾ ഇതിൽ എം സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്താ വരുന്നത്? മൈനസ് ആറ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക അല്ലേ. അതിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ആറായിരിക്കും. പിന്നെ ഈ ലെങ്ത് എന്താ വരിക? ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ്, അതാണ് എന്ത് വരിക? ഇ എം എഫ് വരിക, ഇ. ക്ലിയർ ആയോ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക.